ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള 3 അഡീനിയം മദർ പ്ലാന്റ്സ് അൺബോക്സ് ചെയ്യാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അതോടൊപ്പം തന്നെ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു പോട്ടി മിക്സ്, വളരെ സിമ്പിളാണ് പക്ഷെ നല്ല എഫക്റ്റീവാണ്, അതും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് സിൻഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് റെഡി ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരുടെ അടുത്തും സിൻഡർ അവൈലബിൾ ആകണമെന്നില്ല, അതെവിടെ നിന്നാണ് കിട്ടുകയെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു പോട്ടിംഗ് രീതിയാണ് അല്ലെങ്കിൽ പോട്ടി മിക്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് നമ്മളെ ചാനലിൽ വന്നിട്ടുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരണേ. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ആദ്യം അപ്പോൾ നമുക്ക് പ്ലാന്റ് വന്നിട്ടുള്ളത് കല്ലൂസ് അഡീനിയത്തിൽ നിന്നാണ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, മുന്നേ ഞാൻ ഒത്തിരി അൺബോക്സിങ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കളക്ഷനിലെ ഭൂരിഭാഗം പ്ലാന്റ്സും കല്ലൂസിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഷേപ്പുള്ള കോഡെക്സൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളത് മാത്രമല്ല നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഒരേ ഒരു സെല്ലർ കല്ലൂസാണ് കേട്ടോ. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നത് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നുമല്ല, ഇതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സാണ്, നല്ല പാക്കിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് പ്ലാന്റ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, എന്തായാലും ഇതിനൊരു 3-4 വർഷം ഏജുള്ള പ്ലാന്റുകളാണ്. അത്യാവശ്യം നല്ല കോഡെക്സും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. സാധാരണ ഇതേ റേഞ്ചിൽ, അതായത് ഇതേ ഏജിൽ വരുന്ന പ്ലാന്റുകൾ ഞാൻ വേറെയും സെല്ലേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ അതിൻ്റെ റേറ്റ് പറയുന്നത് 750, 800, അതായത് 750-ൻ്റെ മുകളിലാണ് റേറ്റ് വരുന്നത്. എനിക്ക് വന്നത് പെർ പ്ലാന്റിന് 350 രൂപയാണ് കേട്ടോ. അതായത് 1050 രൂപയ്ക്കാണ് ഞാൻ ഈ 3 പ്ലാന്റും കൂടെ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്ലാന്റാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? റേറ്റ് കൂടുതലാണെന്നാണോ അതോ കുറവാണെന്നാണോ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പോട്ടിങ്ങിലേക്ക് കടക്കാം. ഇത് ഗാർഡൻ സോയിലാണ് കേട്ടോ. അതായത് സാധാരണ നമ്മളെ തൊടിയിലുള്ള മണ്ണാണ്, പക്ഷേ ചിരൽ കൂടുതലുള്ള മണ്ണാണ്. നല്ലോണം ഡ്രൈനേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മണ്ണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് വെർമി കമ്പോസ്റ്റാണ്. ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു അളവെടുക്കാം. പിന്നീട് ആഡ് ചെയ്തത് പെർലൈറ്റാണ്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് എല്ലുപൊടിയാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രമാണ് എല്ലുപൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്, കാരണം നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. പിന്നീട് പ്ലാന്റ് ഒന്ന് സെറ്റായി പിടിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി 2 ടീസ്പൂൺ ഞാൻ സാഫ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഇതിലേക്ക് 2 പിടി വേപ്പ് പിണ്ണാക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അഡീനിയം പോലുള്ള ചെടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല ഡ്രെയിനേജുള്ള മണ്ണ്. വെള്ളം ഒട്ടും പോട്ടി മിക്സിൽ കെട്ടി നിൽക്കാൻ പാടില്ല, അതിനാണ് നമ്മളിവിടെ പെർലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. വെർമി കമ്പോസ്റ്റ് പ്ലാന്റിന് നല്ല ന്യൂട്രിയൻസ് നൽകും. എല്ലുപൊടി റൂട്ടിന് നന്നായിട്ട് റൂട്ട് വരാനും അതേപോലെ ഗ്രോത്തിനെയും സഹായിക്കും. വേപ്പ് മണ്ണാക്ക് മണ്ണിൽ കീടങ്ങൾ വരുന്നതിനെ തടയും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാഫ് ഫംഗസ് ബാധ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് പോട്ടി മിക്സ് മതിയെങ്കിൽ അതിനനുസരിച്ചുള്ള അളവെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ പ്ലാന്റ് വീതം പോട്ട് ചെയ്യാം. ഞാനിത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആയതിനും കൊണ്ട് തന്നെ മദർ പ്ലാന്റ്സും ആണല്ലോ, അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നേരെ ബോൺസായി ബോട്ടിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. ഞാനിവിടെ ക്ലേ പോട്ട്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 8 ഇഞ്ച് വ്യാസം വരുന്ന, ഒരു 4 ഇഞ്ചൊക്കെ ഹൈറ്റ് വരുന്ന പോട്ടാണ് കേട്ടോ. അത്യാവശ്യം വലിയ ഡ്രെയിനേജ് ഹോളാണ് കേട്ടോ ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണെല്ലാം ഒലിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചട്ടിയുടെ കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ ഓട്ടിൻ കഷ്ണം കൊണ്ടോ ജസ്റ്റ് ആ ഒരു ഹോളിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ലെയർ നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുത്തു. ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റ് ആയതിനും കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പ്ലാന്റിൻ്റെ ചുറ്റുഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ.
ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരെണ്ണം നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ പോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലുള്ള ലീഫുകളൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അത് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ലീഫാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കട്ട് ചെയ്യണമെന്നില്ല. ഞാനിവിടെ യെല്ലോ കളറായിട്ടുള്ള ലീഫുകൾ കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ ആ പ്ലാന്റിലെ എല്ലാ ലീഫും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ 3 പ്ലാന്റും പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലാന്റ് നമ്മൾ ഷെയ്ഡിലാണ് വെക്കേണ്ടത് കേട്ടോ. പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വേണം, പക്ഷേ പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാനും പാടില്ല. അങ്ങനത്തെ ഒരു പ്ലേസിലാണ് വെക്കേണ്ടത്. എന്നിട്ട് അന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ല, പിറ്റേ ദിവസമാണ് നമ്മൾ നനയ്ക്കേണ്ടത് കേട്ടോ. നനയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബോൺസായി പോട്ട് അതിനെ കൊണ്ട് തന്നെ മണ്ണ് പുറത്തേക്ക് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം നനയ്ക്കാൻ കേട്ടോ. ഒരു കപ്പ് ഉപയോഗിച്ച് നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ നന നമ്മൾ കൊടുക്കുന്നത് സോയിൽ എപ്പോഴാണ് ഡ്രൈ ആവണം അപ്പോഴാണ് കേട്ടോ. ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്ലാന്റ് ഡാമേജ് ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.